കപ്പളങ്ങ കൊണ്ട് നല്ലൊരു ചട്നി ഉണ്ടാക്കാവേ. ഒരു കപ്പളങ്ങ മുഴുവനായിട്ട് ചുട്ടെടുക്കണം. ഗ്യാസ് സ്റ്റവ് ഉള്ളവർക്കാണ് ഞാനിങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഞാൻ അടുപ്പിലിട്ടാണ് ചുട്ടെടുത്തിരിക്കുന്നത്. ഇതേപോലെ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് അത് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെക്കണം. ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 5-8 വെളുത്തുള്ളിയും ഒരു അരക്കപ്പ് ചുവന്നുള്ളിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മുളക് പൊടിയൊക്കെ മൂത്ത് വന്ന് കഴിയുമ്പം അത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ പിന്നെ അരച്ച് വെച്ചിരിക്കുന്ന ഈ കപ്പളങ്ങയുടെ അരപ്പിട്ട് കൊടുത്ത് അത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. നല്ല ഡ്രൈ ആക്കി എടുക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് നല്ലതുപോലെ ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി പപ്പായ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.